അപ്പോൾ രാവിലെ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് കുക്കറിൽ ഒന്നിച്ചൊന്ന് വിസിൽ വെക്കാം. പിന്നെ ഉപ്പിട്ടിട്ട് നന്നായി വേകുന്നവർക്ക് വെക്കാം. അപ്പോൾ ഭൂരിക്കുള്ള മാവ് നമുക്ക് കുഴയ്ക്കാം. അതിലേക്ക് മാവ് എടുത്ത് കുറച്ച് മാവ് നമുക്ക് ആവശ്യമുള്ള മാവ് എടുക്കാം. അതിലേക്ക് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഭൂരിക്കും പാകത്തിൽ കുഴച്ചെടുക്കാം. ഞാൻ പൊട്ടുകടല കുതിർത്തി വെച്ചിട്ടുണ്ട്. കടലമാവോ അല്ലെങ്കിൽ പിന്നെ കലക്കിയിട്ടോ പൊട്ടുകടല ആയാലും കുഴപ്പമില്ല. നമ്മൾ മസാലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവിന് വേണ്ടിയിട്ട് നമുക്ക് അളവിനനുസരിച്ചിട്ട് ബോളാക്കി വെക്കാം. അപ്പോൾ കുക്കറ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടുകടല അരച്ചൊഴിച്ചത് ഇട്ടു. അതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാം. അതിലേക്ക് എണ്ണ വെച്ച് കടുകിട്ടു, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറമുളക് ഒക്കെ ഇട്ടു. പിന്നെ കുക്കറിന് മാറ്റി ഒഴിച്ച് കരിവേപ്പില മല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഭൂരിക്ക് വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഭൂരിയൊക്കെ നന്നായിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് പരത്തി വെക്കാം. നല്ല ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭംഗിക്ക് വേണമെങ്കിൽ ഒരു അടപ്പിട്ടിട്ട് ഒന്ന് ഭംഗിയാക്കിയിട്ട് എടുക്കാം. റൗണ്ട് കറക്റ്റായിട്ട് വരും. നമുക്കിപ്പോൾ വീട്ടിലേക്കല്ലേ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതി. അപ്പം അങ്ങനെ ഭൂരി നന്നായിട്ട് ചുട്ടെടുത്തു. രാവിലത്തെ റെഡിയായി. അപ്പം ഞാൻ 3-4 ചുട്ടിട്ട് ഞാൻ കഴിച്ചു. പിന്നെ അവരൊക്കെ കുളിക്കണേ ഉള്ളൂ. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ആ കാരണമാണ്. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലേക്കുള്ളത് ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചു. അതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുക്കർ വെച്ചിട്ട് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഭൂരിയുടെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു. പിന്നെ പട്ട, ഗ്രാമ്പ്, ഇല അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെച്ചു. അരച്ചതും ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരച്ചതുണ്ടല്ലോ, അതിനെയൊക്കെ ഒന്നിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. വേറെ പച്ചക്കറികളൊന്നുമില്ല. അപ്പോൾ ക്യാരറ്റും പട്ടാണി ഇട്ടിട്ടുണ്ട്. കുതിർത്തി വെച്ച പട്ടാണി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മുളക് പൊടി, ഗരം മസാല പൊടി ഒക്കെ ഇടാം. അതിന് ശേഷം നമുക്ക് ഇതിലൊരു പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു, കരിവേപ്പില മല്ലിയൊക്കെ ഇട്ടു. അതിന് ശേഷം കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കുക. അപ്പം പുളിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അരി ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു തൈരാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായി നോക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഞാൻ ഉള്ളി, തൈര് ഉണ്ടാക്കണമല്ലോ, സാലഡ് ഉണ്ടാക്കണം. അതിനുകൊണ്ട് ഉള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തു. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കട്ട തൈരും നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ എനിക്ക് ഉച്ചക്കലേക്ക് ബിരിയാണി എനിക്കിഷ്ടമല്ല, അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാമേരിക്കഞ്ഞി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചു. നമുക്ക് ഒരു പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയെടുക്കുക. ബിരിയാണി ആകുമ്പോഴേക്ക് നമുക്ക് ഈ കഞ്ഞി വേകും. അപ്പോൾ ബിരിയാണി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയ ശേഷം അടച്ചു വെച്ചു. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി. അപ്പോൾ അടിപൊളിയായി. അപ്പോഴും അബിയും മീനുകുട്ടിയൊക്കെ വിശന്നു. അപ്പം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുറച്ച് ബിരിയാണി അബിക്ക് എടുത്തു. അതിലേക്ക് കുറച്ച് അച്ചാറും ഒരു പപ്പടും പിന്നെ തൈര് സാലഡും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. മീനുകുട്ടി തൈര് കഴിക്കില്ല. അപ്പോൾ ആ കാരണം മീനുകുട്ടിക്ക് പിന്നെ ബിരിയാണി അച്ചാറും മാത്രം മീനുകുട്ടി എടുത്തു. മീനുകുട്ടിയാണ് അച്ചാർ എടുത്തത്. അപ്പം ഞാൻ കഞ്ഞിയൊക്കെ റെഡിയായി നോക്കട്ടെ. മീനുകുട്ടിക്ക് അച്ചാർ വേണം പറഞ്ഞിട്ട് മീനുകുട്ടീനെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് മീനുകുട്ടിയെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് കഞ്ഞിയൊക്കെ റെഡിയായി അടച്ചു വെച്ചു. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ കഞ്ഞി ചാമേരി കഞ്ഞിയാണ്. അപ്പോൾ അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. അല്ല വെച്ചാൽ നമുക്ക് പിന്നെ സാലഡല്ലേ, അത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഷുഗറിനൊക്കെ നല്ലതാണ് കേട്ടോ. ഷുഗറുള്ളവർക്കൊക്കെ ഉച്ചയ്ക്ക് ഇത് കഴിച്ചാൽ സൂപ്പറായിരുന്നു. നല്ല എനർജി ഉണ്ടാകും. അപ്പോൾ ഞാൻ തൈര് സാലഡും കൂടെ എടുത്തു. തൈര്